ഈസി സ്റ്റിച്ചിങ് മലയാളം ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ 40ൻ്റെ ഒരു ബ്ലൗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിനകത്ത് നോക്കാൻ പോണത് എപ്പോഴും ചെയ്യുമ്പോൾ കപ്പ് തന്നെയാണ്. അപ്പം ഒരാൾ പറയണ്ടായിരുന്നു ഇതെന്തിനാണ് ഈ 4 പാർട്ട് വരുന്നത്, ഇനി വേറെ ഇതിലേക്കൊക്കെ പോയിക്കോളൂ. അങ്ങനെ വേറെ നിങ്ങളുടെ സൈസ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങളത് നോക്കി ചെയ്തുകൊള്ളുക. കാരണം എല്ലാ സൈസിലുള്ളവരും അവരവരുടെ വീഡിയോ പ്രതീക്ഷിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും, മാറ്റങ്ങളുണ്ടാവും. അതെല്ലാം നമുക്ക് ഒരു വീഡിയോ ആയിട്ടൊന്നും ചെയ്തൊരിക്കലും ഒരു ചാനലിൽ ഇടാൻ പറ്റില്ല. ഇത് വർഷങ്ങളോളം ഇങ്ങനെ കിടക്കാനുള്ളതാണ്, കാലാകാലങ്ങളിൽ വരണവർക്ക് കാണാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യണത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, പിന്നെ അതവിടെ കിടന്നോളും. അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങളുടെ സൈസിലുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ കാണുക, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് ബെൽറ്റും കപ്പും ഒക്കെയാണ്. അപ്പോൾ ഇതിന് എത്ര എടുക്കണമെന്ന് നമ്മൾ അറിയണം ആദ്യം. അതിന് നമ്മുടെ ഈ ഫ്രണ്ട് പീസ് എടുക്കുക. എപ്പോഴും ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസ് എടുക്കുക. ഇതൊക്കെ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കും, ഞാൻ എത്ര ബെൽറ്റ് എടുക്കണം, എത്ര ഹൈറ്റ് വെക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മളെല്ലാം വിശദമായിട്ട് കാണിക്കുന്നത്. പിന്നെ അതിന് പിന്നെ കിണ്ടി നമ്മൾ മറുപടി പറയാൻ വേണ്ടി വേറെ സമയം കണ്ടെത്തേണ്ട കാര്യമില്ല. ഇതിൽ 14 ഉണ്ട്. 14 എന്ന് പറയുമ്പം ഇത് 15.5 അപ്പോൾ 1.5 കൂടെ വേണം. അപ്പം ഒരു 4.5. അപ്പോൾ 4 എടുത്താലും മതിയാകും. ഒരു അരയിഞ്ച് കുറയ്ക്കണമെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു കറക്റ്റ് 4.5 കിട്ടുന്ന രീതിയിൽ എടുക്കുകയാണ്. 4.5 കിട്ടുന്ന രീതിയിൽ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഒരെണ്ണം കാണിക്കണുള്ളൂ, ബാക്കി ഒരെണ്ണം നിങ്ങൾ ചെയ്തെടുത്തേക്കുക. ഇത് ആഫ്റ്റർ സ്റ്റിച്ചിങ്ങിൽ 4.5 കിട്ടുന്ന രീതിയിൽ എടുക്കുക. കറക്റ്റ് 4.5 കിട്ടുന്ന രീതിയിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ 15.5 വരുമ്പം എത്ര എടുക്കണമെന്ന് അറിയണ്ടേ? അപ്പോൾ അറിയണമെങ്കിൽ ചെയ്ത് കാണിക്കണ്ടേ നമ്മൾ? അതുകൊണ്ടാണ് അതാത് പാർട്ട് ചെയ്യണത്. ഇത് ഒറ്റ പാർട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനൊന്നും നിങ്ങൾ കാണുകയൊന്നുമില്ല, നിങ്ങൾക്ക് ബോറടിക്കും, ഒന്നും മനസ്സിലാകുകയില്ല. അപ്പോൾ അത് നേരെ തിരിച്ചിട്ട് ഒരു എഡ്ജ് തയ്യൽ കൊടുക്കുക. ഇതൊക്കെ മസ്റ്റായിട്ട് ഇടേണ്ട തയ്യലുകളാണ്, അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത്. നേരെ തിരിച്ച് ഒരു എഡ്ജ് തയ്യൽ, കൃത്യമായിട്ടും ഈ എഡ്ജ് തയ്യൽ കൊടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട തയ്യലാണ്. ഇനി ഒരു 3/4 ഇഞ്ച് മാറ്റി ഒരു തയ്യലോടെ കൊടുക്കാം. 1 ഇഞ്ചിൽ കൊടുത്താലും കുഴപ്പമില്ല. കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ പീസും ചെയ്തെടുക്കുക. നല്ല വശവും ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് ഇവിടെ നമുക്ക് 4.5 എടുക്കണം. ഹൈറ്റുള്ള സൈഡ് 4.5 എടുക്കണം. അപ്പോൾ 4.5-ൽ ഒരു മാർക്ക് ചെയ്യുക. 15.5 ഹൈറ്റ്. അപ്പോൾ 15 വേണ്ടവർ അരയിഞ്ച് കുറച്ച് വയ്ക്കുക, 16 വേണ്ടവർ അരയിഞ്ച് കൂട്ടി വെക്കുക. അതാണ് അതിൻ്റെ കണക്ക്. ഇവിടെ 4. നേരെ നമ്മുടെ കവർ സ്കെയിൽ വെച്ച് വരയ്ക്കുക. വരച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും നിങ്ങൾക്ക്. കവർ സ്കെയിൽ കൊള്ളിച്ച് ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബെൽറ്റ് പീസായി. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഫ്രണ്ട് പീസ് എടുക്കുക. കറക്റ്റായിട്ട് ഇതിങ്ങനെ പിടിച്ചെടുക്കുക. സെൻറ്റർ ടു സെൻറ്റർ ഇവിടെ ലെവൽ ചെയ്ത് വെക്കുക. ഇതിൽ സ്ട്രെച്ചറിൽ വന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5-യും ഒരു പോയിൻറ്റും കൂട്ടില്ല, അതായത് 4 ഇഞ്ചിൻ്റെ പകുതി. ടേപ്പിൽ വരുന്ന ഈ ഒരു പോയിൻറ്റ്, ഉണ്ടല്ലോ, ഈ ഒരു പോയിൻ്റാണ് വന്നത്. അപ്പം നിങ്ങൾ 1.5 പിടിച്ചാലും ഒരു കുഴപ്പമില്ല, കറക്റ്റായിരിക്കും. കറക്റ്റ് വയ്ക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അതിൻ്റെ കറക്റ്റ് സ്ട്രെച്ചറിൽ വരുന്നത് 1.5-യും ഒരു പോയിൻറ്റുമാണ്. അത് 1.5 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും ഒരു പോയിൻറ്റ് കൂടെ, അത്ര തന്നെ. 1.25 ഇല്ല, 1.25 വെച്ചാലും കുഴപ്പമില്ല, കറക്റ്റായിട്ടേ ഇരിക്കുകയുള്ളൂ. ഒരു 3-3.25 എടുക്കാം, ഒരു കുഴപ്പമില്ല. 3.25 എടുത്താലും
കുഴപ്പമൊന്നും സംഭവിക്കാനില്ല. ഇതുപോലെ 3.25 ഒന്നര എടുക്കുക, സ്റ്റിച്ച് അടിക്കുക. ഇവിടെ വെച്ചിട്ടുള്ളത് 1.5 1 പോയിൻറ്റും ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത് പലർക്കും പല രീതിയിൽ വരും. അത് സ്ട്രെച്ചറിട്ട് നോക്കിയാൽ അറിയാം. പക്ഷേ 90% ആൾക്കാർക്കും ശരിയായിരിക്കും. ഇനി നേരെ നെക്സ്റ്റ് സൈഡ് ഇങ്ങനെ എടുക്കുക. കറക്റ്റായിട്ട് ഇവിടെ സെൻറ്റർ പിടിച്ച് എടുക്കുക. ഇത് ലെവൽ ചെയ്തിടുക. ഈ വരുന്നതാണ് കറക്റ്റ് ആ സെൻറ്റർ പോയിൻ്റ്. ഇങ്ങോട്ടിടുക. കറക്റ്റ് ഇവിടെ ലെവൽ വയ്ക്കുക. എടുത്ത് നോക്കുക. കറക്റ്റ് ഇവിടെ ലെവലായിരിക്കണം. തുണി ഒരല്പം കോംപ്ലിക്കേറ്റഡാണ്, കിട്ടാൻ പണിയാണ്. കുഴപ്പമില്ല. അതായത് ഈ സെൻറ്ററിൽ നിന്ന് ആഫ്റ്റർ സ്റ്റിച്ചിങ്ങിലേക്ക് ഒരു 1.5 ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ 5.5 ഇരിപ്പുണ്ട്. 5 എന്ന് പറയുമ്പം 3 കൊടുത്താലും 3-3.5 കൊടുത്താലും കുഴപ്പമില്ല, അത് മതിയാകും. 1/2 ഇഞ്ച് കയറി വയ്ക്കുമ്പം കറക്റ്റായിരിക്കും. ഒരു 1/4 ഇഞ്ച് ഇതിൽ ഒരു 3.5 ഇതിൽ കൊടുക്കുക. 3 കൊടുത്താലും നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നില്ല, കൃത്യമായിരിക്കും അത്. ഇതും ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. മൂന്നാണ് സ്റ്റാൻഡേർഡ് അളവ്. 3 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും സെറ്റാവുന്ന സൈസാണ്. നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടുമ്പോൾ കുറച്ച് ഷാർപ്പ്നെസ് കൂടും, അല്ലാണ്ട് വേറെ ഒന്നും അവിടെ സംഭവിക്കില്ല. ഷാർപ്പ്നെസ് കൂടും. അപ്പോൾ ഷാർപ്പ്നെസ് അത്ര വേണ്ടാത്തവർ 3 തന്നെ എടുത്താൽ മതി. ഇനി ഇത് നിർത്തിയിടുമ്പോൾ ഈ പോയിൻ്റ് വരണം. ഈ രണ്ടിൻ്റെയും ജോയിൻ ചെയ്ത് ഇവിടെ വരണില്ല. ഈ പോയിൻ്റിൽ ഇതിങ്ങനെയാണ് എടുക്കുക. എടുത്തിടുക. ഒരു അനക്കം, ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ വെളിയിൽ, അടിയിലത്തെ പീസ് വെളിയിൽ നിൽക്കുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. നമ്മൾ വരച്ചെടുക്കുന്നതിനേക്കാളും വളരെ കൃത്യമായിട്ടും ഈ സംഭവം ഇവിടെ വന്നോളും. ഇവിടെ നോക്കുക, ഇവിടെ 3 പിടിക്കാനേ ഉള്ളൂ, 5 ഉള്ളൂ. അപ്പോൾ 3 പിടിച്ചാൽ മതി. 1.5 ഇഞ്ച് ബിറ്റ്വീൻ 2 ഗ്യാപ്പിലേക്ക് വേണം. ഇവിടെ ഒരു 3 ഇഞ്ച് എടുക്കുക. കാലിഞ്ചേ പിടിക്കാവും. ഇതൊക്കെ അതിൽ കൂടുതൽ പിടിക്കാൻ നിൽക്കരുത്. 1/4 ഇഞ്ചിൽ കൂടുതൽ പിടിക്കരുത്. എല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. അതിനാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ ടക്ക് പിടിക്കൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. വേറെ ഇതിനകത്തൊന്നും നോക്കാനില്ല. കഴിഞ്ഞു. നിങ്ങൾക്ക് എന്താണ് ഇവിടെ വേണ്ടത് അതിവിടെ കൃത്യമായിട്ടും വന്നോളും. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ പീസും നിങ്ങൾ ചെയ്തെടുക്കുക. ഇവിടെ വന്നിട്ടുണ്ട്, കൃത്യമായിട്ടും വന്നിട്ടുണ്ട്. ഇതേപോലെ മറ്റേ പീസും ചെയ്തെടുക്കുക. തയ്ച്ചെടുത്ത് കഴിഞ്ഞു. നമ്മളിതൊരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. അതായത് ഇത് പുറത്ത് തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 4 പീസ് ഉണ്ടല്ലോ. ഈ 4 പീസിൽ 2 എണ്ണം ഇങ്ങനെ മുടക്കിയെടുക്കുക. അതായത് ഉയരമുള്ള സൈഡിൽ നല്ല വശമാണ്. അപ്പോൾ ഇങ്ങനെ മറച്ചെടുത്തിട്ട് ബ്ലൗസിൻ്റെ ഈ പീസ് വയ്ക്കുക. ബ്ലൗസിൻ്റെ ഈ പീസ് ഇപ്പോൾ നല്ല വശം ചേർന്നിരിക്കുകയാണ്. ഈ 2 പീസ് ഇങ്ങോട്ടേക്ക് മാറ്റിയെടുക്കുക. പ്രത്യേക രീതിയിൽ ചെയ്യണം. ശ്രദ്ധിച്ച് നോക്കുക. ഒരെണ്ണേ കാണിച്ചു തരുള്ളൂ. ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഈ പീസ് ഇങ്ങനെ നിൽക്കണം. ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെളിയിൽ തയ്യലും ചെയ്ത് കാണില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ തയ്യലത്തിനനുസരിച്ച് തയ്ച്ചു കൊടുക്കുക. ഇവിടെ എത്തുമ്പോൾ ഇതിങ്ങനെ മടക്കി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക.
ബ്ലൗസിൻ്റെ പീസ് തിരിച്ചിട്ട് തിരിക്കാതെ ഈ ബെൽറ്റിൻ്റെ പീസ് മാത്രം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആവശ്യമില്ല, കുറച്ചങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, ഒത്തിരി ഉണ്ടായിരുന്നത്. ഇനി ചെയ്യേണ്ടത് ഈ 2 പീസ് ഉണ്ടല്ലോ, 2 പീസ് ഈ സാധനം ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ ചുരുട്ടി ഉള്ളിലേക്ക് വയ്ക്കുക. നല്ല ചെറുതായിട്ട് ഉള്ളിലേക്ക് വയ്ക്കുക. വെച്ചിട്ട് ഈ പീസ് ഇങ്ങനെ എടുക്കുക. പീസ് ഇങ്ങനെ വയ്ക്കുക. മനസ്സിലായോ? ഈ പീസ് മെയിൻ പീസ് ചുറ്റുള്ളിലേക്ക് വയ്ക്കുക. ഇതിനെ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ഇത് രണ്ടും ഒപ്പം വെച്ചെടുക്കുക. ഇതും ഒപ്പം വെച്ച് ശ്രദ്ധിച്ച് തയ്ക്കണം. ഉള്ളിലേക്ക് കുടുങ്ങാത്ത രീതിയിൽ തയ്ച്ച് വേണം എടുക്കാൻ. കറക്റ്റായിട്ട് തയ്ച്ച തയ്ക്കാൻ തയ്ച്ചിട്ടില്ല. ഒരു കാരണവശാലും ഉള്ളിലേക്ക് കുടുങ്ങാതെ കറക്റ്റായിട്ട് ഒപ്പം വെച്ച് തയ്ച്ചിങ്ങനെ പോവുക. കറക്റ്റായി തയ്ച്ച് പോവുക. ഇതേപോലെ തന്നെ മറ്റേ പീസ് തയ്ച്ചെടുക്കണം. ഇതിൻ്റെ ഉള്ളിലായിരിക്കണം. ഇതിലിങ്ങനെ മറച്ചെടുക്കുക. ഷർട്ടിൻ്റെ യോർക്കൊക്കെ മറിക്കും പോലെ മറച്ചെടുക്കുക. മറച്ചെടുത്ത് കഴിഞ്ഞാൽ 2 വശം ഉൾവശം ഇങ്ങനെ നീറ്റായിട്ടിരിക്കും, 2 വശം ഇതേപോലെ നീറ്റായിട്ടിരിക്കും. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ കൈവച്ചിൽ കൂടി ഒരു തയ്യൽ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ തയ്യൽത്തുമ്പോൾ ഒന്നും വെളിയിൽ കാണണം, നല്ല ഫിനിഷിംഗ് ആയി. ക്യാൻഡലിലേക്ക് കൊടുക്കുകയാണെന്നുണ്ട് കുറച്ച് നീറ്റായിട്ടാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളിതുവരെ കണ്ടിട്ടുണ്ടല്ലോ, അതാണ് പറഞ്ഞത്. ഓരോ പിടിയിലേക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവും. നിങ്ങൾക്ക് സാധാരണ പതിവ് നിങ്ങൾ സാധാരണ ചെയ്ത് നോക്കട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല, കുറച്ച് നീറ്റായിരിക്കും കാണാം, അത്രേ ഉള്ളൂ. ഒരു 1, 2, 3 മതി, 3 എണ്ണം മതി. 3 സ്റ്റിച്ച് അടിച്ച് കഴിഞ്ഞാൽ ഒരു പല്ലിൻ്റെ ഗ്യാപ്പ് വരും. അതിലേക്ക് ഒരു സ്റ്റിച്ച് താഴെ നല്ല ഭംഗിയായിട്ട് നല്ല സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലുണ്ടാവും, കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. അതുപോലെ മറ്റേ പീസ് ചെയ്തെടുക്കും. നല്ല നീറ്റായിട്ട് കപ്പൊക്കെ നല്ല നീറ്റായിട്ട് വന്നോളും. ഉൾവശവും പുറകുവശവും കറക്റ്റായിട്ട് ഇതായി. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ പീസ് ചെയ്തെടുക്കാം. 2 പീസ് തയ്ച്ചെടുത്ത് കഴിഞ്ഞു. ഈ പാട് എത്രയാണുള്ളത് ഇനി അളന്ന് കാണിച്ച് തരാം. കൃത്യം 15 കൊണ്ടുവന്നു. ഇത് ഫ്രീ വിടുക. ഫ്രീ വിട്ടിട്ട് മേളത്തെ തയ്യൽ കമ്പ് വിട്ട് പിടിക്കുക. കൃത്യം 15 ഉണ്ട് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ടായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ഫ്രണ്ട് ബാക്ക് സെറ്റിങ്സ് ആണ്. അപ്പോൾ അതുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.